ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ അനിയത്തിൻ്റെ നിശ്ചയമാണ് കേട്ടോ. അപ്പം ഞാനും റിയു ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. രാജേഷ് ഏട്ടൻ എൻ്റെ അനിയത്തിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ റെഡിയായി, എല്ലാവരും പോയി കേട്ടോ. നമ്മളാണ് ഒരു 10:30 ആകുമ്പോൾ എത്താന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അവരെത്തി കേട്ടോ. അതാ കാണിച്ചു തരാം. അങ്ങനെ നമ്മളിവിടെ എത്തി കേട്ടോ. പല്ലേരി ഓഡിറ്റോറിയമാണിത്. ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ. ക്ഷേത്രത്തോട് അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഓഡിറ്റോറിയം. നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ എൻട്രൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളെ റിലേറ്റീവ്സൊക്കെ വന്നു കേട്ടോ. നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് മാത്രമാണുള്ളത്, ബാക്കിയൊക്കെ ആണുങ്ങളാണ് കേട്ടോ. കാരണം ഇത് നിശ്ചയം എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ പെണ്ണിൻ്റെ സൈഡിലെ എല്ലാവരും എത്തി. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചെക്കൻ്റെ പാർട്ടി എത്തും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ ഭാഗത്തായി നിന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല ടൈമിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും മറ്റ് പലരുടെ കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വന്നത്. അങ്ങനെ മൊത്തത്തിലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കയറിയൊക്കെ കണ്ടു കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നു കേട്ടോ. ഈ ഒരു പൊസിഷൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ലൊരു രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആയിരുന്നു അവരവിടെ ചെയ്തിരിക്കുന്നത്. നല്ല വെയിലുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ അവിടെ ഇരുന്ന് എടുത്തു കേട്ടോ. ഞാനിങ്ങനെ ഓരോരുത്തരോടൊപ്പം കസിൻസിൻ്റെ അടുത്തൊക്കെ പോയി ഫോട്ടോ എടുത്തു കേട്ടോ. വരുമ്പോൾ അമ്മയോടൊപ്പം ഇരുന്നൊരു ഫോട്ടോ എടുക്കാൻ മാറി നിന്നു. അപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ നേരിട്ട് ഹാളിലേക്ക് പോയി കേട്ടോ. സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ഹാള് വരുന്നത്. അവിടെ ഒരുപാട് പേര് വന്ന് ഓൾറെഡി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ചെക്കൻ്റെ പാർട്ടി ഇതുവരെ എത്തിയിട്ടില്ല, വരാൻ ടൈം ആവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ പോയി റൂമിലൊക്കെ ഇരിക്കുന്നവരെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ താഴേക്ക് പോയി. അപ്പോഴേക്കും ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെക്കൻ്റെ പാർട്ടി എല്ലാവരും എത്തിയിട്ടുണ്ട്. അവർ വന്ന് അവരെല്ലാവരും വെൽക്കം ചെയ്തതിന് ശേഷം നമ്മൾ ചടങ്ങിനായി നമ്മുടെ ഹാളിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും സ്റ്റേജിൽ ഇരുന്ന് ചർച്ച ചെയ്യാണ് കേട്ടോ. മെയിനായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് സ്റ്റേജിൽ ഇരിക്കുന്നത്. എന്നിട്ട് കല്യാണത്തിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവരെ അറിയിച്ചു കേട്ടോ. അതിന് ശേഷമായിരുന്നു എൻ്റെ അനിയത്തിൻ്റെ എൻട്രി. അതായത് അനിയത്തി വന്നതിന് ശേഷം വന്നിരിക്കുന്ന എല്ലാവർക്കും പരിചയപ്പെടുത്തുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം അവരിൽ നിന്നും അവരുടെ കസിൻ വന്ന് ചോക്ലേറ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് കൊടുക്കുന്ന വേറെ ആരുമല്ല, എന്നോടൊപ്പം പഠിച്ച അശ്വിൻ തന്നെയാണ് കേട്ടോ. ഇവരൊക്കെ എനിക്ക് നേരത്തെ തന്നെ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ അതായിരുന്നു അടുത്ത പരിപാടി. ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയിട്ടോ. നമ്മൾ അടുത്ത ഫാമിലീസ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെല്ലാവരും ഹാളിൽ ഇരുന്ന് ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല സ്പേസ് ആയതുകൊണ്ട് അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലായിട്ട് അവർ ചെറുതായിട്ടൊരു ഡാൻസ് സെറ്റപ്പ് ചെയ്യേണ്ട പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ പ്ലാനിങ് ആണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്.
നമ്മളെല്ലാ കസിൻസിനും ചെറിയ മക്കളാണ് കേട്ടോ ഉള്ളത്. കുറേ പേര് ഉറങ്ങി, കുറേ പേര് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ ഒത്തുകൂടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു റീലെങ്കിലും എടുക്കും കേട്ടോ. അത് ഞങ്ങളെ സംബന്ധിച്ചൊരു രസം തന്നെയാണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് അത് തന്നെയാണ് കേട്ടോ മെയിൻ. പാട്ടൊക്കെ സെറ്റാക്കി ഷൂട്ട് ചെയ്യാൻ വേണ്ടി സൈദ മാമിനെയും സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ പ്രാക്ടീസ് സെക്ഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ പഠിച്ചെടുക്കലായിരുന്നു മെയിൻ പരിപാടി. പെട്ടെന്ന് കഴിയായിരുന്നു, സിമ്പിൾ സ്റ്റെപ്പേ ഇട്ടതുള്ളൂ. അങ്ങനെ എല്ലാം സെറ്റായതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കളിച്ചു കേട്ടോ. മൊത്തം വീഡിയോ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ കയറി കാണാൻ മറക്കല്ലേ. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് തളർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷേട്ടൻ നമുക്ക് എല്ലാവർക്കും ചൊക്കോബാർ കൊണ്ട് തന്നത് കേട്ടോ. ആ കിട്ടിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അവിടെ ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ചും കൂടെ നേരം അവിടെ നല്ലപോലെ സ്പെൻഡ് ചെയ്തു കേട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാവരും കൂടെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി നമ്മൾ നേരെ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഇവരെല്ലാവരും നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത്. കാരണം ഈ വരുന്ന സൺഡേ നമുക്കൊരു കുടുംബ സംഗമമുണ്ട്. വടകര വെച്ചിട്ടാണ് നടക്കുന്നത്, സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് പാർക്കിൽ. സോ അതിൻ്റെ പരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടെ കുത്തി ചെല്ലിച്ച് രഞ്ജപ്പാപ്പം കാറിലിട്ട് കൊണ്ടുപോയി ഇറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ഫംഗ്ഷന് ഞങ്ങളോടൊപ്പം വന്ന് എല്ലാം സഹകരിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ അനിയത്തി എല്ലാവരെയും ടാറ്റ ബൈ ബൈ പറഞ്ഞ് യാത്രയാക്കിയാണ്. ഞങ്ങൾ കുറച്ചും കൂടെ ലേറ്റ് ആവും, കാരണം അച്ഛനും അമ്മയ്ക്കും കുറച്ചുകൂടെ പരിപാടി ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നമ്മളെല്ലാവരും പോകുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിയുമ്പോഴേക്കും ഈവനിങ് ആയി കേട്ടോ. അങ്ങനെ എല്ലാവരും പോയി ഞങ്ങൾ മാത്രമായിരിക്കുകയാണ്. ഇനി നമുക്കും കൂടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ നിശ്ചയം വ്ളോഗ്. ഇനിയും പല വീഡിയോസുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.